വെസ്റ്റ് ബാങ്കിലെ അൽ മുഗയ്യർ ഗ്രാമത്തിലെ ഒലിവ് മരങ്ങൾ കൂട്ടത്തോടെ നീക്കം ചെയ്ത് ഇസ്രായേൽ. കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഇസ്രായേൽ സൈന്യം ആയിരക്കണക്കിന് ഒലിവ് മരങ്ങൾ പിഴുതെറിഞ്ഞതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 74 ഏക്കർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്തെ ഒലിവ് മരങ്ങളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചത്. കഴിഞ്ഞയാഴ്ച ഒരു പ്രദേശവാസി വെടിവയ്പ് നടത്തിയിരുന്നു. വെടിവയ്പ്പിനെ തുടർന്ന് ഗ്രാമത്തിൽ 3 ദിവസത്തെ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് കർഫ്യൂ പിൻവലിച്ചത്. വ്യാഴാഴ്ച രാത്രിയിൽ വെടിവയ്പ് നടന്ന സ്ഥലം IDF സെൻട്രൽ കമാൻഡിൻ്റെ തലവൻ മേജർ ജനറൽ അവി ബ്ലൂത്ത് സന്ദർശിച്ചു. തലേ ദിവസം നടന്ന ആക്രമണത്തിന് അൽ മുഗീർ ഗ്രാമം വലിയ വില നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ഓരോ ഗ്രാമത്തിലെയും എല്ലാ ശത്രുക്കളും അറിയണം, അവർ താമസക്കാർക്കെതിരെ ആക്രമണം നടത്തിയാൽ കനത്ത വില നൽകേണ്ടി വരും, അവർ കർഫ്യൂ നേരിടേണ്ടി വരും, അവർ അടച്ചുപൂട്ടൽ നേരിടേണ്ടി വരും, അവർ വലിയ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരും. ഇങ്ങനെയാണ് IDF സെൻട്രൽ കമാൻഡിൻ്റെ തലവൻ പറഞ്ഞത്. മരങ്ങൾ പിഴുതെറിയുന്നതിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ബുധനാഴ്ചയാണ് അതൈ ആദ് എന്ന സ്ഥലത്തെ ജനവാസ കേന്ദ്രത്തിന് സമീപം ഒരു കൂട്ടം ഇസ്രായേൽ സിവിലിയന്മാർക്ക് നേരെ വെടിയുതിർത്തത്. വെടിവെച്ചതായി സംശയിക്കുന്ന ഒരു പലസ്തീനിയെ പ്രദേശത്തെ ഇസ്രായേൽ റിസർവ് സൈനികർ കസ്റ്റഡിയിലെടുത്തതായി സൈന്യം അറിയിച്ചു. അൽ മുഗയ്യർ നിവാസി 30-കാരനായ പലസ്തീൻകാരൻ ഒരു പ്രകോപനവുമില്ലാതെ ഇസ്രായേലികൾക്ക് നേരെ വെടിയുതിർത്തതായും ഒരു ഇസ്രായേൽ പൗരന് പരിക്കേറ്റതായും ആരോപണം ഉയർന്നു. മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തെ പിടികൂടിയതായി ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഷിൻബെറ്റ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സംശയിക്കപ്പെടുന്നയാൾ ആക്രമണം നടത്തിയതായി സമ്മതിച്ചെന്നും സുരക്ഷാ ഏജൻസി അറിയിച്ചു. ആക്രമണത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന ഒരു കൈത്തോക്കും ഇസ്രായേൽ സേന കണ്ടെത്തിയതായി IDFും പോലീസും വ്യക്തമാക്കി. പലസ്തീനികളുടെ പ്രധാന വരുമാന മാർഗമാണ് ഒലിവ് മരങ്ങൾ. നേരത്തെയും ഇസ്രായേൽ ഒലിവ് മരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിലും ഉൽപ്പന്നങ്ങളും വിദേശത്തേക്ക് പലസ്തീനിൽ നിന്ന് കയറ്റി അയക്കാറുണ്ട്. പലസ്തീനിൽ ഒലിവ് മരങ്ങൾക്ക് സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട്. ഒലിവ് സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കരുതുന്നു. ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പലസ്തീനി പ്രതിരോധത്തിൻ്റെ പ്രതീകങ്ങളാണ് ഒലിവ് മരങ്ങൾ. പലസ്തീനിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും ഒലിവ് മരങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പലസ്തീനി കുടുംബങ്ങളുടെ ജീവിതമാർഗമാണ് ഈ ഒലിവ് മരങ്ങൾ. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് വിളവെടുപ്പ്. അതിനിടെ തെക്കൻ ഗാസയിൽ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഓഗസ്റ്റ് 23-ന് തെക്കൻ ഗാസയിൽ തങ്ങളുടെ ഒരു സൈന്യം കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചത്. മൈദാറിൽ നിന്നുള്ള കെഫിർ ബ്രിഗേഡിൻ്റെ ഷിംഷോൺ ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറായ 20 വയസ്സുകാരൻ ലഫ്റ്റനന്റ് ഒറി ഗെർലിക് ആണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷനിടെ അപകടത്തിൽ കൊല്ലപ്പെട്ടതായാണ് IDF പറയുന്നത്. ഓപ്പറേഷനിടെ സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് ഗെർലിക് മരിച്ചതെന്നാണ് IDF വ്യക്തമാക്കിയത്.